നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് വ്യത്യസ്തമായ ഒരു കമ്പനിയുടെ IPO ശേഷമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുക്ക പ്രോട്ടീൻസ് ലിമിറ്റഡ് എന്ന മംഗലാപുരം കമ്പനിയാണിത്. ഇവർ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് ഫിഷ് മീല്, ഫിഷ് ഓയിൽ, ഫിഷ് സൊല്യൂബിൾ പേസ്റ്റ് എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ്. ഇത് പ്രധാനമായിട്ടും കോഴികളുടെ ഭക്ഷണമായിട്ട്, പിന്നെ പെറ്റ് ഫുഡായിട്ടും അക്വാ ഫീഡായിട്ടും എല്ലാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇവരുടെ IPO ഫെബ്രുവരി 29 മുതൽ മാർച്ച് 4 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് 224 കോടിയുടെ ഒരു IPO ആണ്. മുഴുവനായിട്ടും ഫ്രഷ് ഓഹരികളാണ്. നമുക്കപ്പോൾ ഈ കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് കിടക്കാം. മുക്ക പ്രോട്ടീൻസ് ലിമിറ്റഡ് ഈ കമ്പനി തുടർച്ചയായിട്ടുള്ള 7 വർഷങ്ങളിൽ മറൈൻ എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും മികച്ച രീതിയിലുള്ള പെർഫോമൻസിന്, അതായത് എക്സ്പോർട്ടിന് ഉള്ള അവാർഡ് തുടർച്ചയായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഫിഷ് മീൽ നിർമ്മാണത്തിൽ 25 മുതൽ 30% വരെ കമ്പനിയുടേതാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് ക്രിസിലിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള എൻഡോ പ്രോട്ടീൻ പ്രോഡക്ട്സ്, അതായത് ജീവികളിൽ നിന്നെടുക്കുന്ന പ്രോട്ടീൻ, അതിൻ്റെ നിർമ്മാണത്തിലേക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ കടന്ന ഒരു കമ്പനി കൂടിയാണ് മുക്ക. ഈ കമ്പനി 10ഓളം രാജ്യങ്ങളിലേക്ക് കൂടി അവരുടെ പ്രോഡക്ട്സ് കയറ്റി അയക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ബഹ്റിൻ, ബംഗ്ലാദേശ്, ചിലി, ഇന്തോനേഷ്യ, മലേഷ്യ, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, ചൈന, സൗദി അറേബ്യ, സൗത്ത് കൊറിയ, ഒമാൻ, തൈവാൻ, വിയറ്റ്നാം, അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. മുക്ക പ്രോട്ടീൻസിന് 6 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആണുള്ളത്. പ്രധാനമായിട്ടും അവരുടെ ആസ്ഥാനം മംഗലാപുരമാണല്ലോ. അപ്പോൾ ഇന്ത്യയിലാണ് ഇവരുടെ 4 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസും ഉള്ളത്. കൂടാതെ 2 ഫോറിൻ സബ്സിഡിയറി ആയിട്ടുള്ള ഓഷ്യൻ അക്വാട്ടിക് പ്രോട്ടീൻ LLC എന്ന് പറയുന്ന കമ്പനിയുടെ വകയാണ്. അത് ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 3 ബ്ലെൻഡിങ് ഫെസിലിറ്റീസും 5 സ്റ്റോറേജ് ഫെസിലിറ്റീസും രാജ്യത്തുണ്ട്, ഇന്ത്യയിൽ അവർക്കുണ്ട്. അതുകൂടാതെ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, ഇതെല്ലാം തന്നെ തീരപ്രദേശങ്ങളിലാണ് എന്നുള്ളതാണ്. എൻഡോ പ്രോട്ടീൻ ആദ്യമായിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്തു എന്നുള്ളതാണ് മുക്ക പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത. അവരത് അക്വാ ഫീഡിലും അനിമൽ ഫീഡിലും പെറ്റ് ഫുഡിലും എല്ലാം ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഫിഷ് പ്രോട്ടീൻ മാത്രമല്ല, ഇൻസെക്ട് പ്രോട്ടീൻ കൂടി ഇത്തരത്തിലുള്ള ഫുഡുകളായിട്ട് കൺവേർട്ട് ചെയ്ത് കൊമേഴ്ഷ്യലൈസ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് യൂണിറ്റുകളുമായിട്ടും മറ്റ് തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് യൂണിറ്റുകളുമായിട്ടും കമ്പനി കരാറുകളിൽ ഒപ്പുവെച്ചു. അത് മഹാരാഷ്ട്ര, പടിഞ്ഞാറൻ തീരത്ത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കൂടാതെ കർണാടകയിലെ ചില യൂണിറ്റുകളുമായിട്ടും അവർ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ നോക്കാം. വളരെ ക്രാന്തദർശിയായ അബ്ദുൾ റസാഖ് എന്നുള്ള പേരിലുള്ള ഇതിൻ്റെ സ്ഥാപകൻ്റെ മക്കളാണ് പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ്. അത് കെ മുഹമ്മദ് ഹാരിസ്, കലന്തൻ മുഹമ്മദ് ആരിഫ്, അതുപോലെ കെ മുഹമ്മദ് അൽത്താഫ് എന്നിവരാണ് ഇതിൽ പ്രൊമോട്ടേഴ്സ്. അതിൽ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടറും CEO-യുമായിട്ടുള്ള ഹാരിസിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവരുടെ കൈവശമാണ് 100% ഓഹരികളും ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ ഇഷ്യൂവിലൂടെ ലഭിക്കുന്ന 224 കോടി രൂപ പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് അവർ ഉപയോഗിക്കും. അതുകൂടാതെ അവരുടെ അസോസിയേറ്റ് ആയിട്ടുള്ള എൻഡോ പ്രോട്ടീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ടും അതിൽ നിന്ന് കുറച്ച് ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കാം. റവന്യൂ 2021 609.95 കോടി രൂപയാണ്. അടുത്ത വർഷമായപ്പോഴത്തേക്ക് അത് 776.15 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. 2023 മാർച്ചിൽ അത് 1153.8 കോടിയിലേക്ക് വർദ്ധിച്ചു. 2024 അർദ്ധവാർഷികം സെപ്റ്റംബർ 23 വെച്ച് നോക്കുകയാണെങ്കിൽ 612.88 ആണ് അതിൻ്റെ റവന്യൂ കാണിക്കുന്നത്. ഇനി നെറ്റ് ഇൻകത്തിൽ നോക്കാം. 11.01 കോടി രൂപയാണ് 2021 എങ്കിൽ അത് അടുത്ത വർഷമായപ്പോൾ 25.82 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് അടുത്ത വർഷം 47.53 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2022 നിന്ന് 2023 വരുമ്പോഴേക്കും ഇതിൻ്റെ റവന്യൂവിൽ 52.52% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ റവന്യൂവിൻ്റെ കാര്യം അല്ലെങ്കിൽ നെറ്റ് ഇൻകത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ
അറ്റാദായത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 84% വർധനവുമാണ് കാണിക്കുന്നത്. അതായത് മികച്ച രീതിയിലാണ് കമ്പനിയുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി കമ്പനിയുടെ വാല്യുവേഷൻസ് നോക്കുക. EPS 2.16, ഇഷ്യൂവിന് ശേഷം 2.2. അതുപോലെ പി റേഷ്യോ 12.96, 12.73. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 34.19%. NAV 3.97. ഇനിയും പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ അവന്തി ഫീഡ്സ്, ഗോദ്രേജ് അഗ്രോവെറ്റ്, സീൽ അക്വ ലിമിറ്റഡ്, വാട്ടർ ബേസ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ്. ഇവരൊന്നും ഇത് ഒരേപോലെയുള്ള കമ്പനികളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഇതാണ് പിയർ കമ്പനികളായിട്ട് അവരുടെ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഈ കമ്പനികളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ മുക്ക പ്രോട്ടീൻ്റെ കസ്റ്റമേഴ്സ് കൂടിയാണ് എന്ന് കമ്പനി പറയുന്നുണ്ട്. ഇനി നമുക്ക് ലീഡ് മാനേജർ ആരാന്ന് നോക്കാം. ഫെഡെക്സ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ലീഡ് മാനേജർ. രജിസ്ട്രാർ കാമിയോ കോർപ്പറേറ്റ് സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനി. ഇനി മുക്ക പ്രോട്ടീൻസ് എന്ന കമ്പനിയുടെ IPO ശേഷം ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 29 മുതൽ മാർച്ച് 4 വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 26 രൂപ മുതൽ 28 രൂപ വരെയാണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഫ്രഷ് ഇഷ്യൂ 224 കോടി രൂപയ്ക്കുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മിനിമം റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 535 ഓഹരികൾക്കാണ്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. HNI കാറ്റഗറിയിൽ വരുന്നവർക്ക് 14 ലോട്ട് മുതൽ 66 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിഗ് HNIയിലാണെങ്കിൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 1 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫേസ് വാല്യൂ അതാണ് 28 രൂപയ്ക്ക് അവർ ഇപ്പോൾ പ്രൈസ് ബാൻഡ് ഇട്ടിരിക്കുന്നത്. 35% ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്, 15% HNIസിനും, ബാക്കിയുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് മാർച്ച് 5 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും നടക്കും. അപ്പോൾ അത് മാർച്ച് 7 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആഗ്രഹിക്കുന്നവരോട് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇത് കഴിയുമ്പോഴത്തേക്കും ഇഷ്യൂ കഴിയുമ്പോൾ 840 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണെങ്കിൽ 30 കോടി രൂപയ്ക്കുള്ളതുമായിരിക്കും. അപ്പോൾ അത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത് ഇതിൻ്റെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റവന്യൂവും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. വളരെ ശോഭനമായിട്ടൊരു ഭാവി ഉള്ളതാണ്. പെറ്റ് ഫുഡും അല്ലെങ്കിൽ അക്വാ ഫുഡ് എന്നൊക്കെ പറയുന്നത് വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ കരുതിക്കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇതുവരെ കണ്ടതും കേട്ടതും മുക്ക പ്രോട്ടീൻസ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങളാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.